മൂന്നാമത് ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് റിയാദിൽ തുടക്കമായി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ ഇന്ത്യ ഉൾപ്പെടെ 100ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള 200-ലധികം കമ്പനികളാണ് പങ്കെടുക്കുന്നത്. മാനവികതയുടെ ഉന്നമനത്തിനായി AI പ്രയോജനപ്പെടുത്തുക എന്ന ശീർഷകത്തിലാണ് ഈ വർഷത്തെ ആഗോള ആർട്ടിഫിഷ്യൽ ഉച്ചകോടി ആരംഭിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 12 വരെ നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ ഇന്ത്യ ഉൾപ്പെടെ 100ഓളം രാജ്യങ്ങളാണ് ഭാഗമാകുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 400-ലധികം വിദഗ്ധർ വിവിധ സെഷനുകളായി പ്രഭാഷണം നടത്തുന്ന ഉച്ചകോടിയിൽ 10,000-ലധികം AI വിദഗ്ധരും പങ്കെടുക്കുന്നുണ്ട്. പ്രാദേശികവും അന്തർദേശീയവുമായ വിവിധ സ്ഥാപനങ്ങളുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന 100-ലേറെ കൗണ്ടറുകളും ഉച്ചകോടിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം, വ്യവസായം, ആരോഗ്യം, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി മുതലായ മേഖലകളിൽ നിർമ്മിത ബുദ്ധിയുടെ പങ്ക് ഉയർത്തിക്കാട്ടുന്നതാണ് ഇവയിൽ ഏറെയും. നൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലൂടെ ടൂറിസം മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാനുള്ള സൗദി അറേബ്യയുടെ പ്രതിബദ്ധതയാണ് ആഗോളതലത്തിൽ മുൻനിരക്കാരായ AI സ്ഥാപനങ്ങളുമായുള്ള സഹകരണത്തിലൂടെ തങ്ങൾ ലക്ഷ്യമാക്കുന്നതെന്ന് സൗദി ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ടൂറിസം ഡെപ്യൂട്ടി മന്ത്രി ജവാഹറ അൽ മുഖബിൽ വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് സൗദിയുടെ വിഷൻ 2030 അനുസൃതമായി സുസ്ഥിര വളർച്ച കൈവരിക്കാനും തങ്ങൾ ലക്ഷ്യമിടുന്നതായും അദ്ദേഹം അറിയിച്ചു. വ്യാപാര രംഗത്തെ കാര്യക്ഷമത ഉയർത്തുവാനും ടൂറിസം മേഖല വികസിപ്പിക്കുവാനും ഭാവിയിലെ പ്രവണതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് AI സംവിധാനത്തിൻ്റെ കഴിവ് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നത് ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ 3 ദിവസത്തെ ഉച്ചകോടിയിൽ ചർച്ചയാകും. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്.